വിലക്കുറവിൻ്റെ പറുദീസ തന്നെയാണ് ചാർമിനാർ. അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അവിടുത്തെ വിലക്കുറവ്. ഈ ഒരു വീഡിയോ ചാർമിനാർ കാണാൻ വരുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. ചാർമിനാർ കാണാൻ വരുന്നവരാണെങ്കിൽ തലേദിവസം നിങ്ങൾ വന്ന് റൂം എടുക്കുക. ഒരു വൈകുന്നേരത്തോടു കൂടി എത്താൻ പാകത്തിന് പുറപ്പെടുക. അതിനുശേഷം വൈകുന്നേരം വന്ന് റൂം എടുക്കുക. വൈകുന്നേരം നിങ്ങൾക്ക് ചാർമിനാറിൻ്റെ അടുത്തുള്ള ചെറിയ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതും വളരെയേറെ വിലക്കുറവിലാണ്. പകൽ സമയത്ത് വരുവാണെങ്കിൽ അവർ പറയുന്ന റേറ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു 7 മണി 8 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണെങ്കിൽ അവർ അടയ്ക്കാൻ പോവായിരിക്കും. ആ ഒരു സമയത്ത് ഷോപ്പ് ആ സമയമാണെങ്കിൽ നമ്മൾ പറയുന്ന റേറ്റിന് അവർ തരും. ഒരു 200 രൂപയുടെ ആണെങ്കിൽ 150 രൂപയ്ക്കോ 100 രൂപയ്ക്കൊക്കെ കിട്ടും. നല്ല വിലക്കുറവിൽ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. നല്ല ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് വാങ്ങിക്കാനും സാധിക്കും. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ റേറ്റ് ഉൾപ്പെടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പകൽ സമയത്ത് വന്ന് ചാർമിനാറിൻ്റെ അകമൊക്കെ കാണാവുന്നതാണ്. അതിനെന്തോ ടിക്കറ്റ് റേറ്റ് ഉണ്ട്, എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, ചാർമിനാർ മാത്രമല്ല. അപ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് തിരിച്ച് മടങ്ങാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയത്ത് കിട്ടുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചില കടകളിലൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും, അത് അവർ കുറച്ച് തരത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ചുരിദാറുകളാണ്. ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. 200 രൂപയ്ക്ക് 3 പീസ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചാർമിനാർ ഒന്നുകൂടെ കാണാൻ വന്നതാണ്. ഇനി എന്നാണ് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുക എന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് വന്ന് കാണാം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. ഇവിടെ എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ചാർമിനാർ കാണാൻ വരുന്നത്. ഇപ്പോൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ പൈസയിൽ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഷോപ്പുകൾ ചാർമിനാറിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഷോപ്പുകളാണ്. ഇവിടെ പിന്നെ എപ്പോഴും നല്ല തിരക്കാണ്. രാവിലെ തൊട്ട് രാത്രി വരെ നല്ല തിരക്കാണ്. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ഇന്ന് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. ചാർമിനാറിന് ചുറ്റും ഇതുപോലെയുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം നമുക്ക്. അവിടുന്ന് നമുക്ക് ഏതാണ് വേണ്ടത് അത് ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങിക്കാനായിട്ട്. ആദ്യം അവർ എങ്ങുമില്ലാത്ത പ്രൈസ് പറയും. പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയുവാണെങ്കിൽ എന്നാൽ നിങ്ങൾ പറയാൻ പറയും. അപ്പോൾ നമുക്ക് ഒരു ഏകദേശ പ്രൈസ് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയത്ത് കിട്ടുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കാരണം 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും തന്നെ കട അടയ്ക്കാറാവും. ആ സമയത്ത് വരുന്നവർക്ക് നല്ല റേറ്റ് കുറച്ചായിരിക്കും അവർ കൊടുക്കുക. പിന്നെ ചില കടകളിലൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും, അത് അവർ കുറച്ച് തരത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ചുരിദാറുകളാണ്. ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. 200 രൂപയ്ക്ക് 3 പീസ്. പക്ഷേ ഇത് ചുരിദാർ മാത്രമേ ഉള്ളൂ, ഷോളോ പാൻറ്റോ അങ്ങനെയൊന്നുമില്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 3 ടോപ്പിനും കൂടി 200 രൂപയ്ക്ക് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ടോപ്പ് ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ലാഭമാണ് നമുക്ക്. അപ്പോൾ 3 ടോപ്പിലും ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ഷോപ്പുകളിൽ അവർ ഫിക്സഡ് റേറ്റ് ആയിരിക്കും വെച്ചേക്കുന്നത്. അത് നമുക്ക് ഒരു തരത്തിൽ അവർ കുറച്ച് തരത്തില്ല. അതുപോലെ തന്നെ അവർ ഈ എക്സ്ചേഞ്ചോ അങ്ങനെയൊന്നും ചെയ്തു തരത്തില്ല. നമുക്കിപ്പോൾ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ച് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി അവർ തരത്തില്ല. ഇതിനൊക്കെ 200 രൂപ എന്ന് പറയുന്നത് ലാഭമല്ലേ. ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം റൂം വെക്കേറ്റ് ചെയ്യുമായതുകൊണ്ട് തന്നെ റൂമിലേക്ക് വാങ്ങിച്ച പാത്രങ്ങൾ, പഴയ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് ഇതെല്ലാം കൊണ്ടുവരണ്ടായി. ആകെ 2 ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എന്തായിരുന്നു ആവശ്യം അത് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ഹാൻഡ് ബാഗാണ് വാങ്ങിച്ചത്. 150 രൂപയായിരുന്നു.
200 രൂപയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ 150 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 150 രൂപയ്ക്ക് നഷ്ടമായില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം 2 ചെറിയ കള്ളി, 2 വലിയ കള്ളി, അങ്ങനെ 4 കള്ളികളാണ് ഈ ഒരു ബാഗിനുള്ളത്. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് അത് വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി നോക്കി വാങ്ങിക്കണം. എന്തെങ്കിലും കീറലോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പൈസ കൊടുത്ത് സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാറ്റി തരത്തില്ല, പൈസയും റിട്ടേൺ തരത്തില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ ഒരു ബാഗാണ്. 200 രൂപയാണ് ഈ ഒരു ബാഗിന്. അവരാദ്യമേ 400 500 രൂപയാണ് പറഞ്ഞ ബാഗാണിത്. ഇത് ഞാൻ 200 രൂപയ്ക്കാണ് വാങ്ങിച്ചെടുത്തത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല, ഡാമേജ് ഒന്നുമില്ല. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. 4 കള്ളിയാണ് ഇതിനുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു വാച്ചാണ്. 250 രൂപയുടെ വാച്ചാണിത്. അവർ പറഞ്ഞ 250 രൂപയാണ്, ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ആദ്യം അവർ നല്ല റേറ്റ് പറയും, പിന്നെ നമ്മളൊരു റേറ്റ് അങ്ങ് പറയുക, ആ റേറ്റിൽ അവർ തരും. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ജീൻസാണ്. 200 രൂപ. 400 രൂപ പറഞ്ഞതാണ്, 200 രൂപയ്ക്ക് വാങ്ങിച്ചു. 200 രൂപയ്ക്കുള്ള ജീൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് ഇട്ട് നോക്കി, കറക്റ്റാണ്. കുറച്ച് ലൂസാണെങ്കിലും ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് 2 ടീഷർട്ടാണ്. 150 രൂപയുടെ 2 എണ്ണം. 250 രൂപയാണ് അവർ ആദ്യം പറഞ്ഞത്. അങ്ങനെ 150 രൂപയ്ക്ക് ഓരോ ടീഷർട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും റേറ്റ് കുറച്ച് കിട്ടിയത് വൈകുന്നേരം പോയതുകൊണ്ടാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇതുപോലത്തെ ബാഗാണ് വാങ്ങിച്ചത്. 3 എണ്ണം വാങ്ങിച്ചു, 100 രൂപ. 3 ബാഗിനും കൂടെ 100 രൂപയല്ല, ഒരെണ്ണത്തിനാണ് 100 രൂപ എന്ന് പറഞ്ഞത്. ചില ആൾക്കാർ ഈ 100 രൂപയുടെ ബാഗ് 150 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. അങ്ങനത്തെയും തട്ടിപ്പുകൾ അവിടെ നടക്കാറുണ്ട്. ഈ ബാഗാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത്. ഇതിനു മുമ്പ് വാങ്ങിച്ച ബാഗ് ഒരു നീലയാണ്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി പോകുന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം തന്നെ ബ്ലാക്ക്, ഒറ്റ കളിയുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ഇതുപോലത്തെ പോക്കറ്റ് കളിയുണ്ട്. നമുക്ക് ഈ കോയിൻസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതെല്ലാ ബാഗിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് 100 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ ബാഗ് ഒന്നും കൂടെ അടുപ്പിക്കുവാണെങ്കിൽ കുറച്ച് നാളും കൂടെ ഈട് നിൽക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ 2 ബാഗാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിച്ച ബാഗാണ്. അപ്പോൾ ഈ ഒരു ബാഗ് തുണിയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ബാഗൊക്കെ നമ്മൾ ഒന്നും കൂടെ അടുപ്പിക്കുവാണെങ്കിൽ, അതായത് ബാഗ് തയ്ക്കുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി തയ്പ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നാളെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇത്രയും ഐറ്റംസാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.